ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അനിൽ ആന്റണിയുടെ തീരുമാനം. പത്തനംതിട്ടയിൽ ഓഫീസ് തുറക്കാനും ആലോചനയുണ്ട്. പത്തനംതിട്ടയിൽ ഓഫീസ് തുറക്കുന്നത് ആലോചിക്കുന്നുമുണ്ട്. പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഡൽഹിയിലാണ് അനിൽ ആന്റണി. പാർട്ടി ദേശീയ സെക്രട്ടറിയായ അനിൽ ചില യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിലെത്തിയത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തരക്കേടില്ലാത്ത പ്രകടനം നടത്തിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിനാലാണ് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരാൻ ദേശീയ നേതൃത്വം അനിലിനോട് നിർദ്ദേശിച്ചത്. സുരേഷ് ഗോപി പരാജയത്തിനു ശേഷവും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതാണ് ഇത്തവണ വിജയത്തിലെത്തിയത്. 2.95 ലക്ഷം വോട്ടാണ് 2019 സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് പത്തനംതിട്ടയിൽ ലഭിച്ചത്. ശബരിമലയിലെ യുവതീ പ്രവേശനം എന്ന അനുകൂല ഘടകവും ഉണ്ടായിരുന്നു. ഇത്തവണ അനുകൂല ഘടകങ്ങൾ കുറവായിട്ടും 2,34,406 വോട്ടുകൾ അനിലിന് ലഭിച്ചു. CPM-ലെ TM തോമസ് ഐസക്കുമായുള്ള വോട്ട് വ്യത്യാസം 67,098 ആണ്. കുറച്ചു മാസത്തെ പ്രചാരണത്തിലൂടെ ഇത്രയും വോട്ട് ലഭിച്ചെങ്കിൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ പ്രകടനം മെച്ചപ്പെടുത്താമെന്നാണ് അനിലിന്റെയും പാർട്ടിയുടെയും പ്രതീക്ഷ. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണിയുടെ മകൻ കൈപ്പത്തി വിട്ട് താമരയെ പുലുകിയ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലേക്ക് BJP അയച്ചപ്പോൾ ലക്ഷ്യം വ്യക്തമായിരുന്നു. കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 3 ലക്ഷത്തിനടുത്ത് വോട്ട് ലഭിച്ച മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ നേടി പത്തനംതിട്ട പിടിക്കുക. പക്ഷേ ഫലം വന്നപ്പോൾ ആ തന്ത്രം അമ്പയെ പാളിയിരിക്കുകയാണ്. 2,97,396 വോട്ട് പിടിക്കാൻ സുരേന്ദ്രന് സാധിച്ചുവെങ്കിൽ 2,34,406 വോട്ടുകൾ പെട്ടിയിലാക്കാനേ അനിൽ ആന്റണിക്ക് കഴിഞ്ഞുള്ളൂ. സിറ്റിംഗ് MP ആയ ആന്റണിക്കെതിരെ ശക്തനായ തോമസ് ഐസക്കിനെ നിയോഗിച്ച് LDF പോരാട്ടം കടുപ്പിച്ചതോടെ മത്സരം ഇവർ തമ്മിലായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എത്തിച്ച് അനിൽ ആന്റണി പ്രചാരണം കൊഴിപ്പിച്ചെങ്കിലും വിജയം നേടാനോ കൂടുതൽ വോട്ടുകൾ നേടാനോ അതുകൊണ്ടൊന്നും സാധിച്ചില്ല. പൂഞ്ഞാർ അടക്കം ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ PC ജോർജിന്റെ പിന്തുണയും അനിൽ ആന്റണിക്ക് ഉണ്ടായിരുന്നു. PC ഫാക്ടർ അനിലിനൊപ്പം തന്നെ ആയിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഫലം വരുമ്പോൾ ഉയരുന്നത്. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ PC ജോർജിന് മോഹമുണ്ടായിരുന്നു. സീറ്റ് നിഷേധിച്ചപ്പോൾ തന്നെ PC ജോർജ് തന്റെ നീരസം അറിയിച്ചതാണ്. പത്തനംതിട്ടയിൽ അനിൽ അറിയപ്പെടാത്ത ആളാണെന്നും കേരളവുമായി അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലെന്നും PC തുറന്നടിച്ചിരുന്നു. PCയുടെ പൂഞ്ഞാറിലെ വീട്ടിലെത്തി അനിൽ പിണക്കം മാറ്റാനുള്ള ശ്രമവും നടത്തി. പക്ഷേ ജനപക്ഷം പിരിച്ചുവിട്ട് BJPയിൽ ചേർന്ന PCക്ക് കക്ഷത്തിലിരിക്കുന്നത് പോകുകയും ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല എന്ന അവസ്ഥയായിരുന്നു. ഇത് മറന്ന് അനിലിനു വേണ്ടി PC ഇറങ്ങിയോ എന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇനി ചോദ്യങ്ങൾ ഉയരുമെന്നുറപ്പാണ്. വിജയമുറപ്പിച്ച നിലയിലുള്ള അനിൽ ആന്റണിയുടെ പ്രതികരണങ്ങളും തിരിച്ചടിച്ച അവസ്ഥയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റിൽ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തി അനിൽ ആന്റണിയെ വിമർശിച്ച് മുൻ MLAയും BJP നേതാവുമായി PC ജോർജും രംഗത്തെത്തി. അനിൽ ആന്റണിക്ക് കേരളവുമായി ഒരു ബന്ധവുമില്ലെന്നും ഇനിയെങ്കിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പാർട്ടി ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ പത്തനംതിട്ട സീറ്റ് താൻ ആവശ്യപ്പെട്ടുവെന്ന പ്രചാരണം വ്യാജമാണെന്നും PC ജോർജ് പറയുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് മണ്ഡലത്തിലെ തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് PC ജോർജ് രംഗത്ത് വന്നത്. പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുമെന്നത് ആദ്യഘട്ടത്തിൽ പറഞ്ഞുകേട്ട ആളായിരുന്നു PC ജോർജ്. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ വളരെയധികം ചിന്തിക്കാനുമുണ്ട്. നാടുമായി ബന്ധമുള്ളവരെയോ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളെയോ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നവരെയോ ഒക്കെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്. എങ്കിലേ ഒരു നിലയും വിലയും ഉണ്ടാകൂ. ജനങ്ങൾക്ക് അവരോട് ആഭിമുഖ്യം തോന്നുവെന്നും PC ജോർജ് പറഞ്ഞു. അതല്ലെങ്കിൽ പാർട്ടിക്ക് സ്വന്തമായി കുറച്ചധികം വോട്ടുകൾ ഉണ്ടാവണമെന്നും PC ജോർജ് ചൂണ്ടിക്കാട്ടി. CPM അങ്ങനെയാണെങ്കിലും അവർക്ക് സ്വന്തമായി വോട്ടുള്ളത് കൊണ്ട് ആരെ വേണമെങ്കിലും നിർത്താമെന്നും ജയിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും വളർന്നു വരുന്ന പാർട്ടിയായ BJP അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്നും PC വ്യക്തമാക്കി. അനിൽ ആന്റണിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞ PC സ്വന്തം നിലയ്ക്ക് ഫോൺ വിളിച്ചാണ് പലരോടും വോട്ട് ചോദിച്ചതെന്നും പറഞ്ഞു. കൂടാതെ അനിൽ തോൽക്കാനുള്ള കാരണങ്ങളും PC ജോർജ് ചൂണ്ടിക്കാണിച്ചു. അനിൽ നല്ല ചെറുപ്പക്കാരനാണെങ്കിലും കേരളവുമായി ഒരു ബന്ധവുമില്ല. ആന്റണിയുടെ മകനെന്നേ ഉള്ളൂ. ആന്റണി തന്നെ മകനെ തള്ളിപ്പറഞ്ഞതും പേരുദോഷമായെന്ന് PC പറയുന്നു. പൂഞ്ഞാർ പഞ്ചായത്തിൽ അനിൽ ലീഡ് ചെയ്തു. മറ്റു ചില പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തെത്തി. എന്നാൽ മുണ്ടക്കയത്ത് പിന്നോട്ട് പോയി. അതിന്റെ കാരണം അനിലിനെ ആർക്കും അറിയാത്തതാണെന്നും PC പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.